സംസ്ഥാന പുരാരേഖാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കേരള ചരിത്ര ക്വിസ് 2025 സംസ്ഥാനതല മെഗാ ഫൈനലിൽ തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാർത്ത മേരി ചാക്കോ, എസ് ചിത്ര എന്നിവർ ഒന്നാം സ്ഥാനം നേടി. കാസർഗോഡ് പെരിയ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനന്യ, ജോവാൻ എൽസ ജെനു എന്നിവർ രണ്ടാം സ്ഥാനം നേടി. ചരിത്ര ക്വിസിൻ്റെ സമാപന സമ്മേളനം കണ്ണൂർ സെൻറ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മാനസികമായ പ്രയാസം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നെപ്പോലുള്ള ചെറിയ വ്യക്തികൾ നമുക്ക് കാര്യമൊന്നുമില്ല. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ചരിത്രത്തെയും പൈതൃകങ്ങളെയും വളരെയധികം വികലമാക്കാനും ചരിത്രം സൃഷ്ടിച്ചുള്ള മഹാജന്മാരെ തിരോഭിതമാക്കാനുമുള്ള സംഹാരപരമായ ചില കർമ്മങ്ങൾ, ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല ഭാരതം. അവിടെയാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട മക്കൾ ജീവിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അമൂല്യങ്ങളായ രേഖകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ രാജ്യം. ലോകത്ത് തന്നെ അമൂല്യമായ ഒരു കോടിയിലേറെ താളിയോലകൾ, മുളക്കരണങ്ങൾ, ചേപ്പേടുകൾ എന്നിവ വ്യത്യസ്തമാണ്. 1 കോടി താളിയോലകൾ സൃഷ്ടിച്ചിട്ടുള്ള തിരുവനന്തപുരത്തെ നമ്മുടെ പുരാരേഖാ വകുപ്പിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിലുള്ള സ്ഥാപനം ഇവിടെ വേദിയിരിക്കുന്നവരോ സദസ്സിരിക്കുന്നവരോ ആരെങ്കിലും ഇതുവരെ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ വിനീതമായി ചോദിക്കുക. കൈമുക്കിയാൽ മതി. തിരുവനന്തപുരത്ത് പോകാത്ത ആരുമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പോയി. കല്യാണമായി ഉണ്ടാവും, മറ്റേ കണ്ടിട്ടുണ്ടാവും. പലരും കാണുന്നത് തന്നെയാണ്, അത് കണ്ടതാണ്. പക്ഷേ ഇതൊന്നും കാണില്ല. അവസാനം തിരിച്ചു വരുമ്പോൾ ലുലുവാണ് ഇപ്പോൾ കണ്ടിട്ട് തിരിച്ചു. അത് തിരിച്ച് കണ്ടത്, അത് കാണേണ്ടതാണ്, തിരിച്ചു വരേണ്ടതാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതുപോലുള്ള ചില സാംസ്കാരിക പൈതൃകങ്ങളും പുരാരേഖയും പുരാവസ്തുവൊക്കെയായി ബന്ധപ്പെടുന്ന ഈ മഹാഭാരതത്തിൻ്റെ ചരിത്രബോധം പ്രകാശനം ചെയ്യുന്ന രേഖകളും സൃഷ്ടികളും കാരണം എന്ന് പറയുന്ന ഒരാത്മബോധം ഈ കേരളത്തിൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ കഴിയും രാജ്യത്ത്. ലോകാരാധനായ മഹാത്മാഗാന്ധിയെ പോലും ഒരു വിശിഷ്ടമായ ഗ്രാമീണ ജീവിതം, ഗ്രാമം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ജീവിക്കുന്ന ഇന്ത്യ, ഇത് ജീവിക്കുന്ന ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞ ഗാന്ധി. ഗ്രാമീണ ഒരു പദ്ധതിയിൽ ആ നാമധേയം വെട്ടിക്കളഞ്ഞു. ലോകം ഗാന്ധിയിൽ മടങ്ങുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മുഖകവാടത്തിൽ ഗാന്ധിയെ പ്രതിമ. ലോകസമാധാനത്തിൽ ഇരിക്കുന്ന ഒരു ദിനമാചരിക്കണം. അതിന് തിരഞ്ഞെടുത്ത ദിനം ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2. പ്രിയപ്പെട്ട മക്കൾ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോൾ കാര്യം പറഞ്ഞത് മാത്രമേ. അതുകൊണ്ട് തന്നെ ചരിത്ര പഠനം കേവലം അറിവ് തരിക മാത്രമല്ല, അത് ഒരു സത്യാന്വേഷണത്തിലാണ്. സത്യാന്വേഷണം ഗാന്ധിയുടെ ഒരു ഉത്കൃഷ്ടമായ സംഘടന. പഠനത്തിൻ്റെ ഭാഗമായി ചരിത്രങ്ങൾ മനസ്സിലാക്കാനും അറിവ് നേടാനും താല്പര്യം കാണിച്ച വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്തുടനീളം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ മത്സരത്തിൽ സ്കൂൾ തലം തൊട്ട് പങ്കാളികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ അനുമോദിക്കുകയാണ്. നിങ്ങളുടെ കഠിനാധ്വാനമാണ് സംസ്ഥാന തലത്തിൽ മികച്ച വിജയം നിങ്ങൾക്ക് നേടാൻ സഹായിച്ചത്. നിങ്ങളെ അതിൽ പ്രോത്സാഹിപ്പിച്ച രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പാഠപുസ്തകങ്ങളിൽ പോലും ചരിത്രത്തിൽ മാറ്റിയെഴുതപ്പെടുകയും വക്രീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ചരിത്രം പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ മുന്നിൽ അസത്യങ്ങളെയാണ് സത്യമെന്ന വ്യാജേന പ്രചരിപ്പിക്കുന്നത്. അവരെ യഥാർത്ഥ വസ്തുക്കൾ പഠിപ്പിക്കേണ്ടത് അതിലേക്കുള്ളൊരു മഹാശ്രമത്തിൻ്റെ കൂടി ഭാഗമാണ്. സംസ്ഥാന പുരാരേഖാ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചരിത്ര ക്വിസ് അതിൻ്റെ ഭാഗമാണ്. സ്കൂൾ തലം, വിദ്യാഭ്യാസം, ജില്ലാതലം, മേഖലാതലം എന്നീ 3 തലങ്ങളിലും വിജയികളായി വന്നവരാണ് ഇന്നിവിടെ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് സംസ്ഥാന പുരാരേഖാ വകുപ്പ് ഈ ചരിത്ര ക്വിസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിജയികളാകുന്ന 1, 2, 3 സ്ഥാനങ്ങൾക്ക് ഇതാക്കുന്ന 25,000, 16,000, 17,000, 10,000 എന്നിങ്ങനെ ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റും നൽകുന്നു. ഇവിടെ വിജയികളായ ഈ 3 ടീമുകളും മാത്രമല്ല, ഇതിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും അഭിനന്ദനം അർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ മെഗാ ഫൈനലിൽ പങ്കെടുത്ത എല്ലാവരെയും
ചേർത്തുകൊണ്ട് നമ്മുടെ ചരിത്ര സ്മാരകങ്ങളിലേക്കുള്ളൊരു യാത്ര പരിപാടി കൂടി പുരാരേഖാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന പുരാരേഖാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചരിത്ര ക്വിസ് വിജയകരമായി സംഘടിപ്പിച്ച പുരാരേഖാ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് പാർവതി ഉൾപ്പെടെ മറ്റു ഉദ്യോഗസ്ഥർ, ഞങ്ങളുടെ സഹകരിച്ച സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്, അതിലെ ഉദ്യോഗസ്ഥർ, രക്ഷിതാക്കൾ, ഇവിടെ ഈ മത്സരത്തിൽ സൗകര്യമൊരുക്കിയ സെൻറ്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ. കാരണം സെൻറ്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരിലെ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രമുഖവും പ്രശസ്തമായ വിജയികൾക്ക് സമ്മാനദാനം മന്ത്രി നിർവഹിച്ചു. അടുത്തത് ഗവൺമെന്റ് HSS കിളിമാനൂരിലെ ആദർശ് PR കാസർഗോഡ് ചെമ്മാണി അർജുൻ AK ശ്രീഹരി P. തൊട്ടായി വാങ്ങിക്കോ. നല്ലൊരു ധനനേടുന്നുണ്ട്. സംസ്ഥാന പുരാരേഖാ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് S. പാർവതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സീരിയൽ താരം നിഷ സാരംഗ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.